മഹാരാജ്യം ഒരു മതേതര രാഷ്ട്രമാണ്, പുണ്യഭൂമിയല്ല. 144 കോടിയുടെ അടുത്ത് വരുന്ന സമൂഹം, പോപ്പുലേഷനിൽ ചൈനയെ വരെ പിന്തള്ളി ഇന്ത്യ 1ാം സ്ഥാനത്തെത്തി. വ്യത്യസ്തമായ സംസ്കാരങ്ങൾ, 1600ഓളം ഭാഷകൾ, ഇന്ത്യയുടെ 6,60,000 ഗ്രാമങ്ങളിലും ട്രൈബൽ ഏരിയയിലും കാട്ടിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചെതറിക്കിടക്കുക. 631 ഭാഷകൾ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. 1,00,000-ലധികം പേർ സംസാരിക്കുന്ന ഭാഷ തന്നെ 33-ലധികമുണ്ട്. ഇതൊക്കെ ഓരോ പുസ്തകങ്ങളിൽ നിന്നും കുറിപ്പുകൾ നിന്ന് കിട്ടുന്ന 100% ശരിയാണെന്ന് ശഠിക്കുന്നില്ല. 786 ഡിസ്ട്രിക്റ്റുകൾ, 28 സംസ്ഥാനങ്ങൾ, മൾട്ടി റിലീജിയസ്, മൾട്ടി ലിംഗ്വിസ്റ്റിക്, ഫ്ലെക്സിബിൾ ആൻഡ് ലെങ്തിയസ്റ്റ് പീനൽ കോഡ് ഇൻ ദ വേൾഡ് എന്നാണ്. ഏറ്റവും വലുതും എല്ലാവർക്കും ഏത് ഭരണ നീതിപീഠ ന്യായപാലകർക്കും ഭേദഗതി ചെയ്യാവുന്ന, ഏത് സമയത്ത് ഭേദഗതി ചെയ്യാവുന്ന ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, എന്നാൽ ഏറ്റവും വലുതായിട്ടുള്ള ഇന്ത്യൻ പീനൽ കോഡൊക്കെ നിറഞ്ഞ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് രാജ്യം. ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഐ ആം ഇന്ത്യൻ. ഞാനത് അഭിമാനിക്കുന്നു. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. എന്നാൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ്, ആരാധന രീതികൾ വ്യത്യസ്തമാണ്, ആഹാരക്രമങ്ങൾ വ്യത്യസ്തമാണ്, വസ്ത്രധാരണ രീതി വ്യത്യസ്തമാണ്, സംസാര ശൈലി വ്യത്യസ്തമാണ്. ഒരു സംസ്ഥാനത്തിന്റെ ഭാഷ വേറെ സംസ്ഥാനത്തിന്റെ ചീത്തയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കും അതൊക്കെ എന്താണെന്ന്. തമിഴ്നാട്ടിൽ സംസാരം എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നാണ് അർത്ഥം. കേരളത്തിൽ സംസാരം എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ എന്നാണ്. അതുകൊണ്ട് നിന്റെ സംസാരം എനിക്കിഷ്ടമല്ല എന്ന് തമിഴ്നാട്ടിൽ ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്റെ ഭാര്യ എനിക്ക് ഇഷ്ടമല്ല എന്ന് വരും. ഇത് ഞാൻ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാ. പക്ഷെ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏറ്റവും വലിയൊരു ശാപം, ഞാൻ അഭിമാനിക്കുന്ന, എന്റേത് നല്ലതെന്ന് ഞാൻ പറയുന്ന, ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന എന്റെ ഇന്ത്യയെ കുറിച്ച് എനിക്ക് വേദന ഉളവാക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ്, ജാതിയുടെ പേര് പറഞ്ഞ്, വംശത്തിന്റെ പേര് പറഞ്ഞ്, ഭാഷയുടെ പേര് പറഞ്ഞ് ദിനംതോറും വെട്ടും കുത്തും കൊലപാതകങ്ങളും തീ കത്തിക്കലും കൂട്ട മരണങ്ങളും നടക്കുക. ഇതൊരു പ്രവചനമാണ്. വിശുദ്ധ ബൈബിളിൽ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിൽ പീലാത്തോസിന്റെ ഗബദ എന്ന കത്തളത്തിൽ നിന്ന് ഗാഗുൽത്തായുടെ കുലത്തളത്തിലേക്ക് ഭാരമേറിയ മരക്കുരിശ് ചുമന്നു പോകുന്ന യേശു ക്രിസ്തു തന്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് വരുന്ന വലിയൊരു കൂട്ടം ജനത്തെ തിരിഞ്ഞു നോക്കിയിട്ട് യെരൂശലേം പുത്രിമാരെ എന്ന് അഭിസംബോധന ചെയ്യുന്നു. അത് യെരൂശലേം എന്ന് പറയുന്ന ഒരു കൊച്ചു പട്ടണത്തിലെ കുറേ സ്ത്രീകളെ മാത്രമല്ല, അതൊരു പ്രാവചനിക ഭാഷയാണ്. യേശു സംസാരിച്ചത് ഫ്യൂച്ചറിസ്റ്റിക് വ്യൂവിലാണ്. ഭാവി കാല പ്രവചന ദൂതാണ് പറഞ്ഞത്. ലോകമേ, ലോകത്തിൽ കരയുന്നവരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെ നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുവീൻ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ദൈവത്തിന്റെ പേര് പറഞ്ഞ് കരയണ്ട. ഈ സ്ഥലത്ത് എന്റെ പള്ളിയായിരുന്നു, മുമ്പ് ഈ സ്ഥലത്ത് എന്റെ പള്ളിയായിരുന്നു, ഈ സ്ഥലത്ത് എന്റെ ആരാധനയായിരുന്നു, ആ സ്ഥലത്ത് എന്റെ ആരാധനയായിരുന്നു, അത് എന്റെ ഭൂമിയാണ്. പാപം ചെയ്ത മനുഷ്യനെ ദൈവം ശപിച്ചപ്പോൾ ഭൂമിയും കൂടെ ശപിച്ചു. കേട്ടോ, നമ്മൾ കാല് ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമി
ശപിക്കപ്പെട്ട ഭൂമിയാണ്. ഇവിടെ ഏതാ പുണ്യസ്ഥലം? മന്ത്രവാദി പറഞ്ഞു പോലും ഈ വീട്ടിൽ താമസിച്ചാൽ പ്രശ്നമാണെന്ന്. മന്ത്രവാദിയെ വിടരുത്. പിന്നെ എവിടെ താമസിച്ചാൽ ശരിയാകുമെന്ന് ചോദിക്കണം. എന്താ ഉത്തർപ്രദേശിൽ പോയി താമസിച്ചാൽ ശരിയാകുമോ? ഛത്തീസ്ഗഡ് കൊള്ളാമോ? ഗുജറാത്ത് നല്ലതാണോ? ആസാമാണോ ബെസ്റ്റ്? മണിപ്പൂരാണോ ഏറ്റവും നല്ല സ്ഥലം? ആന്ധ്രാപ്രദേശോ തെലുങ്ക് ദേശമോ തമിഴ്നാടോ കേരളമോ? ഏതാ പുണ്യസ്ഥലം? ജീവിച്ചാൽ സുഖമുള്ള സ്ഥലം ഏതാ? സന്തോഷം തരുന്ന സ്ഥലത്തിന്റെ പേര് പറ. ലോകത്തിലെ ഹാപ്പിയസ്റ്റ് രാജ്യങ്ങളുടെ ലിസ്റ്റിനകത്ത് ഇന്ത്യ 150 160 രാജ്യമാണ്. ഫിൻലാൻഡും സ്വിറ്റ്സർലൻഡും ഒക്കെയാണ് 1 2 രാജ്യങ്ങൾ. ചിരിക്കുന്നവർ കുറവാ, സന്തോഷിക്കുന്നവർ കുറവാ, കുടുംബത്തിൽ സമാധാനമില്ല. ഇന്ത്യയിലെ 144 കോടി ജനങ്ങളിൽ 40% താഴെ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളാ, കൗമാരക്കാരാ. യൗവനത്തിലേക്ക് കാലി ചവിട്ടിയിട്ടില്ല. പക്ഷെ ബ്രൗൺ ഷുഗറിനും കാഷിഷിനും കഞ്ചാവിനും MDMAയ്ക്കും അടിമകളാ. പ്രകൃതി വിരുദ്ധ അശ്ലീല അസാൻമാർഗികതകൾക്ക് അടിമകളാ. ഇവിടുത്തെ മെട്രോപൊളിറ്റൻ സിറ്റികൾ മുഴുവൻ അശ്ലീലത്തിനും അസാൻമാർഗികതയ്ക്കും സകല ദുർനടപ്പിന്റെ കേളി കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പള്ളിയുടെ പേര് പറഞ്ഞ്, ആരാധനയുടെ പേര് പറഞ്ഞ്, മോസ്കിന്റെ പേര് പറഞ്ഞ്, അമ്പലത്തിന്റെ പേര് പറഞ്ഞ്, എല്ലാത്തിന്റെ പേര് പറഞ്ഞ് മനുഷ്യൻ തമ്മിലടിച്ച തലകീറി. ജനനിയുടെ പൊക്കിൾ കൊടിയിൽ ചാവേർ ബോംബുകൾ വെച്ചു കെട്ടി തെരുവുകൾ അഗ്നികളങ്ങളാക്കി മാറ്റുന്ന ഭീകരവാദങ്ങൾ ഉൾപ്പെടെ തട്ടിക്കൊണ്ടുപോകലും വിലപേശലുകളും നിത്യസംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിന്റെ 4 അതിർത്തികളും യുദ്ധകളങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. എന്താ ഞാൻ പ്രസംഗിച്ചു വരുന്നത്? നിങ്ങൾ കാലി ചവിട്ടി നിൽക്കുന്ന ഭൂമി പുണ്യമല്ല. നിങ്ങൾ പറയുന്ന ഭാഷകളൊന്നും പുണ്യഭാഷകളല്ല. എല്ലാ ഭാഷയ്ക്കകത്തും അശ്ലീലങ്ങളുണ്ട്. ഏതാ പുണ്യഭാഷ? ആൾദൈവങ്ങളെ കൊണ്ട്, മന്ത്രവാദങ്ങളെ കൊണ്ട്, ആഭിചാരങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകൾ. പാപം ചെയ്ത മനുഷ്യന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ശാപയോഗ്യമായി തീർന്നിട്ടും പുണ്യഭൂമി ഉണ്ടെന്ന് പറഞ്ഞ് മനുഷ്യനെ കബളിപ്പിക്കുന്ന ഒരുപാട് പേർ വിളഞ്ഞാടുന്ന ഈ നാട്ടിൽ ഞാൻ ഇങ്ങനെ പറയാം, ഇങ്ങനെ പറഞ്ഞ് നിർത്താം. നിങ്ങൾക്ക് നന്നാകണോ? നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകണോ? വളർന്നു വരുന്ന നിങ്ങളുടെ തലമുറ നന്മയിലേക്ക് പോകണോ? നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമോ? ആദ്യം നിങ്ങൾ നന്നാകണം. നിങ്ങളുടെ ഹൃദയം ദൈവത്തിന്റെ ഇരിപ്പിടമാകണം. അതുകൊണ്ടാണ് കവികൾ വരെ പാടിയത്, ഹൃദയം ദേവാലയം, മാനവ ഹൃദയം ദേവാലയം. പാമ്പും പട്ടിയും പല്ലിയും പഴുതാരയും എലിയും പുലിയും പാവയ്ക്കയും പല്ലിക്കയും പരുതിക്കയും പടവലങ്ങയും ആകാശവും ഭൂമിയും പൂവും പുഷ്പവും കടലും മലയും വെള്ളവും മഴയും കാറ്റും എല്ലാം ശക്തിയുള്ളത് മുഴുവൻ ദൈവങ്ങളാണെന്നും ഭംഗിയുള്ളത് മുഴുവൻ ദൈവങ്ങളാണെന്നും മനുഷ്യനെ പറഞ്ഞും പഠിപ്പിച്ചും അവന്റെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ ഒരു വല്ലാത്ത രീതിയിൽ കോറി വരച്ചിട്ടു. എങ്ങോട്ടാണ് യാത്ര? ഭയപ്പെടുത്തുന്ന ദൈവമല്ല, കണ്ടാൽ ഭയപ്പെടുന്ന ദൈവമല്ല. ദൈവം ആർദ്രതയുള്ള, മനസ്സിലുള്ള. ഞാൻ പ്രസംഗിക്കുന്നു, ഗോഡ് ഈസ് ലവ്, ലവ് ഈസ് ഗാഡ്. കണക്ക് പറയാത്ത സ്നേഹം എവിടെയുണ്ട്? അവിടെ ദൈവമുണ്ട്. അതിരില്ലാത്ത സ്നേഹം എവിടെയുണ്ട്? അവിടെ ദൈവമുണ്ട്. ആർദ്രത എവിടെയുണ്ട്? അവിടെ ദൈവമുണ്ട്. താഴ്മയും വിനയും എവിടെയുണ്ട്? അവിടെ ദൈവമുണ്ട്. സഹനം എവിടെയുണ്ട്? വഹനം എവിടെയുണ്ട്? ക്ഷമ എവിടെയുണ്ട്? അവിടെ ദൈവമുണ്ട്. ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തെ കാണും. എന്നെ ഇതൊക്കെ പറയാൻ പഠിപ്പിച്ചത് എന്റെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ബൈബിളാണ്. എന്നെ ഇതൊക്കെ പറയാൻ പഠിപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞാനൊരു നിയമത്തിന്റെ സംഹിതയില. ആ നിയമം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നിയമമാണ്. അത് എനിക്ക് സ്വാതന്ത്ര്യമുള്ള നിയമമാണ്. പക്ഷെ ആ സ്വാതന്ത്ര്യം ദൈവവചനത്തിൽ അധിഷ്ഠിതമായ സ്വാതന്ത്ര്യമാണ്. എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല. അതിന് തന്ത്രമെന്ന് വേണേ പറയാം.
അതിന് കുതന്ത്രമെന്ന് പറയാം. അത് സ്വാതന്ത്ര്യമല്ല. വെട്ടാനും കുത്താനും കൊല്ലാനും ഏതു ലഹരിയും കുടിക്കാനും കഴിക്കാനും ഒക്കെ മാതാപിതാക്കളെ അനുസരിക്കാതിരിക്കാനും ഇഷ്ടം പോലെ നടക്കാനും അധ്യാപകനോടും അധ്യാപികയോടും സ്കൂളിനോടും കോളേജിനോടും സമൂഹത്തോടും ഇഷ്ടമില്ലാത്ത വിരക്തിയുള്ള വൈകൃതമായ ഒരു ജീവിതം നയിക്കുന്ന സ്വാതന്ത്ര്യമല്ല, അരാജകത്വമാണ്. നന്മയുണ്ടാകട്ടെ നമ്മളിൽ. നല്ലത് പറയാൻ പഠിക്കുക. നിങ്ങളുടെ ഒരു കൈ, നിങ്ങളുടെ ഒരു വാക്ക്, അത് സ്നേഹത്തിന്റെ തലോടലുകളാകട്ടെ. അത് മറ്റുള്ളവരെ ആശ്വാസത്തിന്റെ തണലുകളാകട്ടെ. ക്രിസ്തുനാഥൻ പഠിപ്പിച്ച നല്ല വാക്കുകൾ നമുക്ക് ആവർത്തിക്കാം. ശത്രുക്കളെ സ്നേഹിപ്പീൻ, വിശക്കുന്നവന് തിന്മാൻ കൊടുക്ക, മനസ്സ് തകർന്നവനെയും മുറിവുള്ളവനെയും സ്നേഹിച്ച് അവന്റെ മുറിവ് കെട്ടുക, ദാഹിക്കുന്നവന് കുടിപ്പാൻ കൊടുക്കുക. നിങ്ങളിൽ ദൈവം ജീവിക്കും. നിങ്ങളിൽ ദൈവമുണ്ടെന്ന്, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവമുണ്ടെന്ന് തിരിച്ചറിയുന്നത് നിങ്ങളുടെ ശരീരത്തിടുന്ന ഏതെങ്കിലും പൊടിയുടെ അടയാളം കൊണ്ടല്ല, നിങ്ങളുടെ ശരീരത്തിൽ അണിയുന്ന ഏതെങ്കിലും ആഭരണത്തിനകത്തെ മുദ്ര കൊണ്ടല്ല. പകരം നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങളുടെ അകത്ത് ദൈവമുണ്ടെന്ന് ലോകം അറിയട്ടെ, സമൂഹം അറിയട്ടെ. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ. ഒരിക്കൽ കൂടെ ആ വചനം ആവർത്തിക്കാം. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ ദൈവത്തിന്റെ പേര് പറഞ്ഞ് കരയണ്ട. നിങ്ങൾ ആരാധനയുടെ പേര് പറഞ്ഞും ദേവാലയത്തിന്റെ പേര് പറഞ്ഞും കരയണ്ട. വെട്ടണ്ട, കുത്തണ്ട, കൊല്ലണ്ട. കരയണം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി, തകർന്നു പോകുന്ന തലമുറയ്ക്ക് വേണ്ടി, അവർ പണിയപ്പെടാൻ വേണ്ടി, അവർക്ക് നന്മയുണ്ടാകാൻ വേണ്ടി കരയണം. എവിടെ കരയണം? ദൈവത്തിന്റെ പാദപീഠത്തിൽ വീണ് കരയണം. ദൈവമേ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയ്ക്ക്, ദൈവത്തിന് ഇഷ്ടമുള്ളവരായി ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു സമർപ്പണത്തോടെ നമുക്ക് ഈ മെസ്സേജിന്റെ കൺക്ലൂഷനിലെത്താം. God bless you. God bless you. God bless you.